ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മൾ തട്ടുകടയിലെല്ലാം പോയാൽ കിട്ടുന്ന ചിക്കൻ പൊരിച്ചതില്ലേ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 15 ചെറിയുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്കായി, ഒരു 4 ഗ്രാമ്പു, ഒരു പട്ടയും ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കനൊന്ന് ഞാൻ നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, ആ ഇതിൽ നിന്നും കുറച്ച് മസാല എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, പകുതി എടുത്താൽ മതി. പകുതി വയ്യ ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറുനാരങ്ങൻ്റെ പകുതി തന്നെ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടോ ആ വീഡിയോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ ഇട്ടതിനാൽ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് ഞാൻ കോൺഫ്ലവർ യൂസ് ചെയ്യലുണ്ട്. പിന്നെ ഞാൻ ഇതേപോലത്തെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എണ്ണയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് പൊരിക്കുന്നതിനെല്ലാം യൂസ് ചെയ്യൽ. ഇനി ഇതിലേക്ക് ഫ്രൈ ഓരോന്നോരോന്നായിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു കറിവേപ്പിലിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് വേറൊരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ ഇറച്ചി വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അതിൻ്റെ പകുതി ഉണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ശേഷം കറിവേപ്പിലയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇത് അധികം ഒന്ന് പൊരിയാൻ പാടില്ല കേട്ടോ, അപ്പോൾ കയ്പ്പ് രുചി വരും. പിന്നെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചിക്കനെല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ സെർവ് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. എനിക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ ടൈം ആയതുകൊണ്ട് ഞാനിത് കുറച്ചെടുത്തിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടീന് കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റിൽ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടീന്. അപ്പം ഞാനിത് ഇത് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ തട്ടുകടി സ്റ്റൈൽ തന്നെ ഉണ്ടാക്കി നോക്കിയത്. ഈ ഫ്രൈ ചെയ്ത പൊടി നല്ല ടേസ്റ്റല്ലേ. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻ്റ് ഇടാനൊന്നും മറക്കല്ലേ. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടെല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും.